മോർണിംഗ് 6:15 6 മണിക്ക് എണീക്കണമെന്ന് വെച്ചായിരുന്നു. എന്തായാലും പെട്ടെന്ന് റെഡിയാവാം. പെട്ടെന്നൊരു ഫേസ് വാഷൊക്കെ എടുത്ത് മുഖം കഴുകി പെട്ടെന്ന് സാരി ഉടുക്കാനുള്ള തയ്യാറെടുപ്പുകൾ നോക്കാം. അങ്ങനെ സാരി ഉടുക്കാനുള്ള ഔട്ട്ഫിറ്റൊക്കെ എടുത്ത് വെച്ചു. പെട്ടെന്ന് റെഡിയാവാം. റെഡിയായിട്ട് വന്നപ്പോഴത്തേക്ക് അമ്മ ചായ ഇട്ടു. മഴയുണ്ടായിരുന്നു ചെറുതായിട്ട്. അങ്ങനെ അതൊക്കെ കണ്ട് ചായയും കുടിച്ചു, പഴുത്ത മാങ്ങയും കഴിച്ചു. എന്നിട്ട് അമ്മ ചോറൊക്കെ എടുത്ത് തന്നു. അതെല്ലാം എടുത്ത് ബാഗിനകത്ത് വെച്ചു. പെട്ടെന്ന് ഓടിപ്പാം, ബസ് കിട്ടുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ അച്ഛൻ ബസ് സ്റ്റോപ്പ് വരാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അതിനകത്ത് ചാടിക്കറിയിരുന്നു. പെട്ടെന്ന് വന്നു. ബസ് കിട്ടിയില്ല, വേറെ ബസ്സാണ് കിട്ടിയത്. പിന്നെ എൻ്റെ വിൻഡോ സീറ്റിലിരുന്നു എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടി, എന്തിനാണോ എന്തോ. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തു. അങ്ങനെ നമ്മൾ എന്തൊക്കെയോ ആലോചിച്ചിട്ട് വീണ്ടും നമ്മളെ സ്റ്റോപ്പിലെത്തി. അവിടെ ഇറങ്ങി സ്കൂളിലോട്ട് പോകണം കേട്ടോ. സ്കൂളിൽ ഇനി വന്നിട്ട് നമുക്ക് പ്രെയർ ഉണ്ട്. പ്രെയർ കഴിഞ്ഞിട്ട് സ്റ്റാഫ് റൂമിലോട്ട് പോകാം. അങ്ങനെ സ്റ്റാഫ് റൂമിൽ ചെന്നു. ഇതാണ് എൻ്റെ ടേബിൾ കേട്ടോ. ഇനി രാവിലത്തെ അറ്റൻഡൻസൊക്കെ മാർക്ക് ചെയ്യാനുണ്ട്. അങ്ങനെ അറ്റൻഡൻസൊക്കെ മാർക്ക് ചെയ്തു. കുറേ കുട്ടികൾ ലീവായിരുന്നു. എല്ലാവരും ഹോസ്റ്റലിൽ നിന്നൊക്കെ വീട്ടിൽ പോയിട്ടുണ്ട്. പിന്നെ കുറേ കുട്ടികൾക്ക് ഇവിടെ തിയറി ക്ലാസ്സസ് ഓൾമോസ്റ്റ് കഴിഞ്ഞതുകൊണ്ട് ക്ലിനിക്കലൊക്കെ കുറച്ച് ബാച്ചസിന് നടക്കുന്നുണ്ട്. അങ്ങനെ ക്ലിനിക്കലിലോട്ട് പോവാം. അങ്ങനെ പിള്ളേരൊക്കെ വാർഡിലുണ്ടോ എന്നൊക്കെ നോക്കാം. വൈവേക്ക് അറ്റൻഡ് ചെയ്യാനുണ്ട്, റിക്വയർമെൻറ്റ്സിൻ്റെ കാര്യം സംസാരിക്കാനുണ്ട്, പ്രൊസീജിയർ കാണാനുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് വരാം. അങ്ങനെ വന്നിട്ട് എനിക്ക് കുറച്ച് അസൈൻമെൻറ്റ്സ് നോക്കാനുണ്ടായിരുന്നു. അസൈൻമെൻറ്റ്സ് 2 ദിവസം പെൻഡിങ് ഉണ്ടായിരുന്നു, ഞാൻ ലീവ് ആയതുകൊണ്ട് തന്നെ. അങ്ങനെ അസൈൻമെൻറ്റ്സൊക്കെ നോക്കാം. അസൈൻമെൻറ്റ്സൊക്കെ നോക്കി കഴിഞ്ഞിട്ട് എനിക്ക് പേപ്പർ നോക്കാനുണ്ടായിരുന്നു. അത് നോക്കി. അത് കഴിഞ്ഞിട്ട് ഞാൻ 4:15 അവിടെ നിന്ന് തിരിച്ചു വീട്ടിലേക്ക് വന്നു. ബസ് സ്റ്റോപ്പിൽ ഹസ്ബൻഡ് വിളിക്കാൻ വന്നു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് മീൻ മേടിക്കാൻ പോയി. ഇഷ്ടംപോലെ മീനുണ്ടായിരുന്നു, ഭയങ്കര വിലയായിരുന്നു. അങ്ങനെ നമ്മുടെ കുപ്പിലൊതുങ്ങി ചാളയും വാങ്ങി നമ്മളിനി പോരും. അങ്ങനെ പിന്നെ നമ്മൾ സുപ്രീമിൽ വന്നു. സുപ്രീമിൽ ഈ ക്രീം പാൻ വാങ്ങാനായിട്ടോ വന്നത്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല, ഞാൻ ക്രീം പാൻ എന്നാണ് പറയുന്നത്. പിന്നെ വേറൊരു സാധനം വാങ്ങി, ദിൽകുഷ് എന്ന് പറഞ്ഞിട്ട്. ദിൽകുഷ് നല്ല പേരല്ലേ? അതൊരു സ്വീറ്റാണ് കേട്ടോ. വാങ്ങി കഴിച്ചിട്ടില്ലാത്തവരൊന്ന് വാങ്ങി നോക്കണേ. പിന്നെ ബ്രെഡ്, അലുവ, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. തിരിച്ച് വീട്ടിൽ വന്നു. കുളിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് അമ്മ ചായ ഇട്ട് വന്നു. അങ്ങനെ അമ്മയുടെ കൂടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ചു.